കേട്ടാപാടെ ഇത് എങ്ങോട്ടാ പോകുന്നത് എന്നാവും അല്ലേ? ഒരിടം വരെ പോവാന്നേ. പോരണോ നിങ്ങളും? പോരണം എന്നെങ്ങാനും ആരേലും പറഞ്ഞ ഞാൻ പെട്ടു കേട്ടോ. അതെന്താപ്പോ പോരണോന്ന് ചോദിച്ചിട്ട് ഇങ്ങനൊരു പറച്ചില് എന്നല്ലേ? സംഭവം തൃശ്ശൂർ പൂരത്തിൻ്റെ എക്സിബിഷൻ കാണാൻ വേണ്ടി പോവുകയാണേ. ഇപ്പം എന്ത് എക്സിബിഷൻ എന്നല്ലേ ചോദിക്കാൻ വരുന്നത്? ഇത് കുറച്ച് മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ്, ഇടാൻ മറന്നുപോയി. ഗാലറി തപ്പി നോക്കുമ്പോൾ ദേ കിടക്കണു മുതൽ അതിൻ്റെ ഉള്ളിൽ. എന്തായാലും ഇത്ര കഷ്ടപ്പെട്ട് എടുത്തൊരു വീഡിയോ അല്ലേ, അപ്പോൾ പിന്നെ ഇട്ടേക്കാന്ന് ഞാനും കരുതി. രാവിലെ ഇറങ്ങി ഞങ്ങൾ വീടെത്തിയത് ഒരു രാത്രിയോട് കൂടിയിട്ടാണ് കേട്ടോ. എങ്ങോട്ടെങ്കിലും പോവാന്ന് പറഞ്ഞാൽ ആർക്കും ഒരു ഒബ്ജെക്ഷൻസും ഇല്ല കേട്ടോ. അതെന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും സർക്കിട്ട് അടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പാലക്കാട് തൃശ്ശൂർ ഹൈവേ കൂടെയാണ് കേട്ടോ ഞങ്ങൾ വെച്ച് പിടിച്ചത്. നല്ല റോഡാണ്, പക്ഷേ അവിടങ്ങളിലൊക്കെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഹൈവേയുടെ പണികളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാഴ്ചകളാണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. കുറച്ച് ദൂരെ ഇങ്ങോട്ട് വന്നപ്പോൾ അമ്മയ്ക്ക് ചായ കുടിക്കണം എന്നൊരു മോഹം, അങ്ങനെ നിർത്തിയതാണ് കേട്ടോ ഈ ഷോപ്പിൽ. നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഒരു നല്ല ഷോപ്പായിരുന്നു, നല്ല ആംബിയൻസും കേട്ടോ. എന്താപ്പോൾ ഇവൻ ഇങ്ങനെ നോക്കണേ എന്നല്ലേ, എന്ത് കഴിക്കും എന്നാലോചിക്കുകയാണ് അവൻ. നിർത്തിയത് അച്ചമ്മയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഫുഡ് മുഖ്യം ബിഗിലേ. ആള് കുറച്ച് സീരിയസ് ആണ് കേട്ടോ, അത്ര നല്ല മൂഡിലല്ല. നമുക്ക് പിന്നെ വരുന്നതാണ് ബുദ്ധി. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങളിതാ വീണ്ടും യാത്ര തുടർന്നു. നമ്മളിനി പോകാൻ പോകുന്നത് എല്ലാവർക്കും നല്ല സുപരിചിതമായിട്ടുള്ള ഒരുപാട് വിവാദങ്ങൾക്ക് ശേഷം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു തുരങ്കത്ത് കൂടെയാണ്. അതന്നെ നമ്മുടെ കുതിരാൻ ടണൽ. ടണൽ എന്നും തുരങ്കെന്നും ഒക്കെ പറയും, ഞമ്മൻ്റെ ഭാഷയിൽ തുരങ്കെന്നും പറയും. ഞാൻ ആദ്യമായിട്ട് പോയിട്ടുള്ള തുരങ്കം ഈ കുതിരാൻ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കിയവരെ സമ്മതിക്കണല്ലേ, ഒരു മല തുറന്നുണ്ടാക്കിയതല്ലേ ഇത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങാനും പോകുമ്പോൾ ഈ മല എങ്ങാനും തലയിൽ കൂടെ വീഴൂ. അതന്നെ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള ദുരന്ത ചിന്താഗതികൾ? നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ? കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അല്ല, അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എൻ്റെ കെട്ടിയൻ പറയണത് എന്നെപ്പോലെ ഞാൻ മാത്രമേ ഉള്ളൂ എന്നാ. ഇതൊന്ന് അറിഞ്ഞിട്ട് വേണം പോയിട്ടൊന്ന് പറയാൻ. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലോട്ട് കയറി കഴിയണ്ടെങ്കിൽ അവിടെ കാണുന്ന എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാഴ്ചയാണ് കേട്ടോ. എന്താണെന്നല്ലേ, നമ്മുടെ പഴയ വീടുകളൊക്കെ അതിൻ്റെ പ്രൗഢി നഷ്ടപ്പെടാതെ തന്നെ അവർ നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. എത്രയൊക്കെ മോഡലുകൾ പുതിയ വീടുകൾ വന്നാലും എത്രയൊക്കെ നല്ല ആർക്കിടെക്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ പഴമയുടെ ഭംഗി അതൊന്നും വേറെ തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഒരു പ്രൗഢി ഇന്നും തൃശ്ശൂർ ജില്ലയ്ക്കുണ്ട്. പറഞ്ഞ് നേരം പോയത് അറിഞ്ഞില്ല. നമ്മൾ എത്താറായി. എത്തിന്നോ എത്താറായിന്നോ? ഇപ്പം എത്തും, ഒന്ന് വെയിറ്റ് ചെയ്യുന്നേ. കൂടാതെ ഈ സമ്മറിനെ തണുപ്പിക്കാൻ ഇംപെക്സ് എസികളും BLDC ഫാനുകളും വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ, എറണാകുളം, പാലക്കാട്. നിങ്ങളെ പോലെ തന്നെ മോഡേൺ ആയ ഒരു ബാങ്കിങ് പാർട്ണറല്ലേ നിങ്ങൾക്ക് വേണ്ടത്. അങ്ങനെ നമ്മൾ എത്തി കേട്ടോ. സംഭവം പുറമേന്ന് കാണുമ്പോൾ ചെറുതാണെങ്കിലും ഉള്ളിൽ കൂടെ നടന്ന് എൻ്റെ ഈശ്വര എൻ്റെ ഊപ്പാടിളകി. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് കടന്നു. എൻ്റെ അച്ഛനും അമ്മയും വിനീതേട്ടനും നിവ്യ ചേച്ചിയും കുട്ടികളും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിലേക്കൂടെ കയറി കഴിയുന്നെങ്കിൽ പിള്ളേർക്ക് വേണ്ടതും നമുക്ക് വേണ്ടതുമായിട്ട് ഒരുപാട് ആക്രി പോക്രി സാധനങ്ങളൊക്കെ. വഴി തെറ്റാൻ വേറെ എന്തെങ്കിലും വേണോ? നോക്കുമ്പോൾ ദേ ഒരു കൊന്ത. പടച്ച തമ്പുരാനെ കാത്തേക്കണേ എന്നും ഞാനും പറഞ്ഞു. ആള് മാറിപ്പോയി. തമ്പുരാനെ കാത്തേക്കണേ അതും പറഞ്ഞ് തിരിഞ്ഞപ്പോൾ ദാ കുറേ സോഫകളും ദേ ഒരു ചെയറും. അത് വിനീതേട്ടന് കാര്യമായിട്ട് അങ്ങോട്ട് ഇഷ്ടമായി. കണ്ടതും കയറി അങ്ങ് ഇരുന്നു. ദേ എണീക്കാൻ പറയണം കേട്ടോ അദ്വിക്ക്. പക്ഷേ ഏട്ടന് നന്നായിട്ട് അങ്ങ് അത് ബോധിച്ചു. ആദ്യം ഒന്നിരുന്നു, പിന്നെ ഒന്ന് കിടന്നു, പിന്നെ ഒന്ന് ഉരുണ്ടു. എന്നിട്ടൊക്കെയാണ് ഏട്ടൻ അവിടുന്ന് എണീറ്റത്. എന്തായാലും ഇരുന്നതല്ലേ, ഒരു ഫോട്ടോ എടുക്കാമെന്ന് ഞാനും പറഞ്ഞു. അപ്പോൾ അതിനുള്ള പോസിങ് ആണ് കേട്ടോ ആ കാണുന്നത്. ചെയർ സംഭവം കൊള്ളാം, നല്ല സെറ്റപ്പ് ചെയർ. ആർക്കായാലും ഒന്നും ഇഷ്ടമാവും. ദേ അടുത്ത ഊഴം അദ്വിക്കിൻ്റെയാണ്, അവനും എടുത്തു കൊടുത്ത് നല്ല ഒരു ഫോട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയപ്പോൾ ദേ കാണുന്നു കുറേ ഭരണിപാത്രങ്ങൾ. ഇവിടെ അമ്മ സ്റ്റക്കായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ കണ്ട അമ്മയ്ക്ക് കുറച്ച് ക്രേസ് കൂടുതലാണേ. പക്ഷേ ഞങ്ങൾ വാങ്ങിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കുറേ ഇരിപ്പുണ്ട്. ഇത് എങ്ങട്ടാ ഇതൊക്കെ വാങ്ങിക്കൂട്ടിയിട്ട്. ഉപ്പ് മുതൽ കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഈ എക്സിബിഷന്. കുറേ പൈസയായിട്ട് പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ നിറയെ സാധനങ്ങളായിട്ട് വരാം.
നല്ല വെറൈറ്റി ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. ഡ്രസ്സുകളുടെ കാര്യം പറയാന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. കർട്ടൻസും കാർപ്പറ്റ്സും ചുരിദാർ, ബ്ലൗസ് എന്ന് വേണ്ട എല്ലാ സകലമാന കുന്ത്രാണ്ടങ്ങളും ഉണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഡെക്കോർ ഐറ്റംസ് വേറെയും. പിന്നെ മരത്തിൻ്റെ തവി, ചപ്പാത്തിക്കല്ല്, ചപ്പാത്തിക്കോല്, ഇതാണ്ടോ ഇടങ്ങഴി നാഴിയും ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. തിരിഞ്ഞു നോക്കുമ്പോൾ ഇതാണ്ടാ 2 കുട്ടികളെപ്പെടുത്തക്കാർ. നോക്കണ്ട ഉണ്ണി, ഇത് ഞാനല്ല, ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാണെന്നേ. പിന്നെ നോക്കിയപ്പോൾ ഇതാ നല്ല വെറൈറ്റി ചെരുപ്പുകളൊക്കെ കേട്ടോ. ഹാൻഡ് മെയ്ഡാണെന്നാണ് അവർ പറയണത്, എന്താണെന്നൊന്നും അറിയില്ല. ഇതിനെന്തോ പേരും പറഞ്ഞു, പക്ഷെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ആർക്കെങ്കിലും അറിയോ? ഒന്ന് പറഞ്ഞു തരണേ. പിന്നെ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി കുറേ മിഠായികളും. എന്തോ ഭാഗ്യത്തിന് ഈ സാധനം കുറച്ച് ഹൈറ്റിലായിരുന്നു വെച്ചിരുന്നത്, അതുകൊണ്ട് തന്നെ പിള്ളേർക്കൊന്നും പെട്ടെന്ന് കാണില്ല. അതൊരു ഭാഗ്യമായി. തീ കണ്ടോ ഈ കീച്ചെയിൻ? നല്ല രസമല്ലേ? എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. പക്ഷെ ചോദിച്ചപ്പോൾ അവർ പറയാ ഒരെണ്ണത്തിന് 80 രൂപയാണ്. അതിലെ മെയിലും ഫീമെയിലും രണ്ടും 2 കീച്ചെയിനാണ് കേട്ടോ. അപ്പോൾ 2 എണ്ണത്തിനും കൂടിയിട്ട് 160 രൂപ. അപ്പം ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. സ്വന്തമായിട്ട് വണ്ടി ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊരു കീ നിർബന്ധമാണ് കേട്ടോ. അവൻ കൈ വലിച്ചത് എന്താണെന്ന് മനസ്സിലായോ? അതിലൊരു ഷോക്ക് ഉണ്ട്. ഇത് പെട്ടെന്നൊന്നും തീരില്ല കേട്ടോ. കാരണം എന്താ അറിയോ? ഇത് 1ഉം 2ഉം സ്റ്റോളുകളൊന്നും അല്ല. ഈ നടക്കുന്ന വഴികളിൽ മുഴുവൻ സ്റ്റോളുകളാണ്. ഈ കാണുന്നത് നമ്മൾ തറയിലൊക്കെ വിരിക്കില്ലേ, ആ കാർപ്പറ്റ്സ് ആണ് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ ആളുകൾ തറയിൽ വിരിക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓരോരോ പരിഷ്കാരങ്ങളെ, അല്ലാണ്ടപ്പോൾ എന്താ പറയുക. എവിടെ നോക്കിയാലും ഇതുപോലെയുള്ള ഡ്രസ്സിൻ്റെ സ്റ്റോളുകൾ ഒരുപാട് കാണാൻ പറ്റും കേട്ടോ. എത്ര വെച്ചിട്ടാണ് നമ്മൾ ഈ കുറുക്കൻ കോഴിക്കുട്ടിക്ക് നോക്കി നിൽക്കണ പോലെ ഇരിക്കുക. ഞാനും വാങ്ങി, നിവ്യേച്ചിയും വാങ്ങി ഓരോ ജോഡി. കുറച്ച് പരിഷ്കാരങ്ങളാവാം അല്ലേ? അവനാ പറഞ്ഞത് എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? വാങ്ങിയതൊക്കെ മതി, ഇനി നമുക്ക് പോവാം, അതാണ് ആ വന്ന് പറഞ്ഞത്. ഇവിടെ ഡ്രസ്സും ഷൂസും ഡെക്കോർ ഐറ്റംസും മാത്രമല്ല കേട്ടോ. ഇതുപോലെ കുറേ വിത്തുകളും മറ്റും എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി വേദന എവിടെയെങ്കിലും ഉണ്ടോ? അതിന് തൈലമുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ കോഴിക്കോടുകാരുടെ സ്പെഷ്യൽ ഐറ്റം കോഴിക്കോടൻ ഹൽവ, അതും എക്സിബിഷന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേണ്ടവർക്ക് വാങ്ങാം. കുറച്ച് അപ്പുറത്തേക്ക് നീങ്ങിയപ്പോഴാണ് നമ്മൾ വേറെ സംഭവം കണ്ടത്. മസാജിങ് മെഷീൻസ് ആണ് കേട്ടോ ഇതൊക്കെ. ആവശ്യമുള്ളവർക്ക് ഉപയോഗിച്ച് നോക്കിയിട്ട് വാങ്ങിക്കാൻ കേട്ടോ. ഇതുപോലുള്ള കടകളുടെയൊക്കെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മളും ഒരു ചെറിയ കുട്ടിയായിട്ട് മാറും. ഒരു കുഞ്ഞു കോഴിക്കുട്ടി. ഞാൻ കോഴിക്കുട്ടിയാണെന്നല്ല കേട്ടോ പറഞ്ഞത്, അവിടെ ഉണ്ടായിരുന്നൊരു കോഴിക്കുട്ടീനെ കാണിച്ചു എന്ന് മാത്രം. പിന്നെ നമ്മൾ പോയത് ലേഡീസിൻ്റെ ഒരു സെക്ഷനിലേക്കാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ ഈ കടക്കാരനും മീഷോയും തമ്മിൽ എന്തോ ഒരു അഭേദ്യമായ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മീഷോയുള്ള പല സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. പോയി ഒരു ചേച്ചി അവിടെ നിന്നിട്ട് ചോക്ലേറ്റ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. സാമ്പിളാണ്, നമുക്കത് കഴിച്ച് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് വന്നിട്ട് വാങ്ങിക്കാം. എക്സിബിഷനിൽ 1ഓ 2ഓ സ്റ്റോളുകളിൽ മാത്രം കണ്ടുവന്ന ഒരു സാധനമാണ് കേട്ടോ ഈ ബുക്സ് എന്ന് പറയുന്നത്. ബാക്കി എന്ത് സാധനങ്ങളാണെന്നുണ്ടെങ്കിലും ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു 3, 4, 5 സ്റ്റോളുകൾ ഇട്ടിരിക്കുന്ന സ്ഥാനത്ത് ബുക്സിന് മാത്രം 1ഓ 2ഓ സ്റ്റോളിൽ മാത്രമേ ഞാൻ കണ്ടുള്ളൂ കേട്ടോ. പണ്ടത്തെ പോലെ ആരും പുസ്തകങ്ങളൊന്നും വായിക്കാറില്ല എന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ ഇടയിൽ ആശാൻ പോയിട്ട് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വീഡിയോ കണ്ടപ്പോൾ ഓടിപ്പോയതാണ് കേട്ടോ. അവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ അവൻ എന്ത് കിട്ടിയാലും അത് എല്ലാവർക്കും ഒന്ന് കഴിക്കാൻ കൊടുത്തിട്ടേ അവൻ കഴിക്കുകയുള്ളൂ. അതിന് ചെറിയ ഒരു മിഠായി ആണെങ്കിൽ കൂടി നമ്മളൊന്ന് അത് ലിക്ക് ചെയ്യെങ്കിലും വേണം, എന്നാലാണ് അവന് സമാധാനമാവുള്ളൂ. ഇത് നോക്കി നിറയെ കോഴി ഫിഷ്. ഇത് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഫീഡ്സൊക്കെ എടുക്കും എന്നാണ് പറയുന്നത്. നമ്മൾ മനുഷ്യന്മാരോട് കുറച്ചുകൂടി നന്നായിട്ട് ഇണങ്ങി ജീവിക്കുന്ന ഫിഷാണെന്നാണ് പറയുന്നത്. എന്ത് ഭംഗിയാണല്ലേ കാണാൻ. ഇതൊരു മറൈൻ അക്വേറിയത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ. ഇതിലോട്ട് അമ്മയും അവനും കൂടിയിട്ടാണ്, അദ്വിക്കും കൂടിയിട്ടാണ് കയറിയത്. അവൻ എടുത്ത വീഡിയോസാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ കാണാൻ. ഞാൻ കയറിയില്ല കേട്ടോ അതിൻ്റെ ഉള്ളിലോട്ട്. ഇതിനുള്ളിലോട്ട് കയറണമെങ്കിൽ എക്സ്ട്രാ നമ്മൾ ഫീ കൊടുക്കണം. നമ്മൾ വേറെ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിലോട്ട് കയറാൻ. അതുകൊണ്ട് തന്നെ അദ്വിക്കും അമ്മയും മാത്രമേ കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറിയുള്ളൂ. കാണാൻ നല്ല ഭംഗിയല്ലേ.
അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുന്നിലോട്ട് വന്നപ്പോൾ അവിടെ ഇതാ കുറേ നാണയങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ പഴയ കാലത്തെ നാണയങ്ങളാണ് കേട്ടോ. ഇത് ഈ കാണുന്നത് പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് ഉപയോഗിച്ചിരുന്ന നാണയങ്ങളൊക്കെയാണ്. ഈ ഫാനൊക്കെ ഇപ്പോഴത്തെയാണ് കേട്ടോ. അവിടെയുള്ള ആൾക്ക് കാറ്റ് കൊള്ളാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഈ കാണുന്ന ഉറികൾ, അതുപോലെ വിളക്ക്, റാന്തൽ, കിണ്ടി, മണ്ണെണ്ണ വിളക്കുകൾ, മുറുക്കി തുപ്പുന്ന കോളാമ്പി, ഉണ്ണിയപ്പ ചട്ടി, പിന്നെ ജഗ്, ഇഡ്ലിത്തട്ട്, ഉരുളി എല്ലാം ഉണ്ട് കേട്ടോ. വാക്കിംഗ് സ്റ്റിക്ക് വരെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ കണ്ടില്ലേ താഴെ ഇരിക്കുന്ന ഭരണികൾ. ഇതേ നോക്കൂ, അവിടെ കുറച്ച് കാസറ്റ്സ് ആണ് കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികളൊന്നും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇത് കണ്ടില്ലേ ഗ്രാമഫോണിൽ ഉപയോഗിക്കുന്ന CD-കൾ, പറ. ഇനി അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. അവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ചെറിയ പാർക്കുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അദ്വിക്കിന് അതിൽ കയറണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊരു ടിക്കറ്റ് എടുത്തു കേട്ടോ. ഞാനും അദ്വിക്കും കൂട്ടാണ് കേട്ടോ അതിൽ കയറിയത്. ചെറിയൊരു കുട്ടി ട്രെയിൻ. ഒരാൾക്ക് 100 രൂപയാണ് കേട്ടോ ടിക്കറ്റിൻ്റെ വില എന്ന് പറയുന്നത്. അതിപ്പോൾ ചെറിയ കുട്ടിയാണെച്ചാലും വലിയ ആളാണെച്ചാലും ആ 100 രൂപ തന്നെയാണ്. ഞങ്ങളെ കൂടാണ്ട് ഒരു അമ്മയും കുട്ടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഫ്രണ്ടിലായിട്ട്. പിന്നെ അധികം വൈകാതെ തന്നെ ആ ട്രെയിൻ എടുത്തു. ഫസ്റ്റത്തെ കുറച്ച് നേരത്തിൽ കുറച്ച് പേടി ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഇതന്നെയായിരുന്നു. ആ റൗണ്ടിൽ ഇട്ട വട്ടത്തിലിരുന്ന് ഞങ്ങൾ കുറേ അവർ കറക്കിയെടുത്തു. എന്തായാലും അവൻ ഹാപ്പി ആയിട്ടോ. കാലം തെറ്റി വന്ന മഴയെ പോലെയാണ് എൻ്റെ ഈ വീഡിയോ എങ്കിലും ഇതുവരെ തൃശ്ശൂർ പൂരത്തിൻ്റെ എക്സിബിഷൻ കാണാത്ത എന്നെ പോലുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ. അവരൊക്കെ ചാൻസ് കിട്ടുകയാണെന്ന് വെച്ചാൽ നെക്സ്റ്റ് തൃശ്ശൂർ പൂരത്തിന് തൃശ്ശൂർക്ക് പൊക്കോളൂട്ടാ. ഒരു ന്യൂ എക്സ്പീരിയൻസ് തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും, ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനും പറ്റും. നമ്മളൊക്കെ ലൈഫിൽ ഒരുപാട് സ്കെഡ്യൂളുകൾ ചെയ്യാറുള്ളതാണ്. ആ സ്കെഡ്യൂളുകൾക്കിടയിലും നമ്മൾ ഇതുപോലുള്ള യാത്രകളൊക്കെ മിസ്സ് ചെയ്യാറുണ്ട് അല്ലേ? വല്ലപ്പോഴൊക്കെ ഇതുപോലുള്ള യാത്രകളും ചെയ്യണം. അപ്പോൾ മറക്കാതെ നെക്സ്റ്റ് ടൈം തൃശ്ശൂർ പൂരത്തിൻ്റെ എക്സിബിഷൻ കണ്ടോളൂ കേട്ടോ. വർത്ത്ഫുള്ളാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടിക്കോളൂ. അപ്പോൾ ബൈ.